ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും ലോക സംഭവങ്ങളും എന്നുള്ള വിഷയം ആധാരമാക്കി കഴിഞ്ഞ 2 രാത്രികളിൽ ഞാൻ എടുത്തു. ഞാനിവിടെ ഇരുന്നപ്പോൾ ഒരു ഭാഗം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ആമുഖമായി അത് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ഞാൻ ഇവിടെ പ്രസംഗം ആരംഭിച്ചത് യെശയ്യാപ്രവചനം 34-ാം അധ്യായത്തെ നിന്നൊരു വാക്യം വായിച്ചുകൊണ്ടാണ്. 2 ദിവസം മുമ്പ് ആ വാക്യം വായിച്ചു. ഞാൻ ഒന്നുകൂടി ആ വാക്യം വായിക്കുകയാണ്. മനുഷ്യനോട് ദൈവം പറയുന്നൊരു കാര്യം എന്താ പറയുന്നത്? യെശയ്യാവ് 34-16-ാം വാക്യം, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതിരിക്കില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കയില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. ബൈബിളിന് ദൈവം കൊടുത്ത പേര് യഹോവയുടെ പുസ്തകം എന്നാണ്. ദൈവത്തിന് പല പേരുകൾ ബൈബിളിലുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട പേര് യഹോവ എന്ന പേരാണ്. യഹോവ എന്ന പേരിൻ്റെ അർത്ഥം നാം ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ആശയം ഗ്രഹിക്കും. യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം നിത്യനായി നിലകൊള്ളുന്നവൻ, മാറ്റമില്ലാത്തവൻ, ദ എറ്റേണലി എക്സിസ്റ്റിംഗ് വൺ, നിത്യനായി നിലകൊള്ളുന്നവൻ, സമയത്തിന് അതീതനായവനാണ് യഹോവയായ ദൈവം. അവൻ പറയുകയാണ്, ഈ പുസ്തകം നിങ്ങൾക്ക് തന്നത് ഞാനാണ്. ആ പുസ്തകത്തിന് പേര് കൊടുത്തിരിക്കുന്നത് യഹോവയുടെ പുസ്തകമെന്നാണ്. സമയത്തിന് അതീതനായ ദൈവം. മനുഷ്യന് സമയത്തിന് പരിധിയുണ്ട്. അവന് ഇന്ന് നടക്കുന്നതും ഇന്നലെയും ഉള്ളത് പറയാം, നാളെ എന്തെന്നുള്ളത് അറിയില്ല, പറയാൻ സാധ്യമല്ല. എന്നാൽ ദൈവത്തിന് ആരംഭത്തിൽ അവസാനം അറിയാം. ഒന്നും അവന് മറവല്ലേ. ഞാൻ ഈ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് ഓർപ്പിച്ചോട്ടെ. ഞാൻ ബാക്കി ഭാഗങ്ങൾ അവിടെ നിന്ന് പറഞ്ഞതാണ്. എസെക്കിയേൽ പ്രവചനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഇന്ന് രാത്രി ഞാൻ അവിടെ നിന്ന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. എസെക്കിയേൽ പ്രവചനത്തിൽ ഒരു പ്രത്യേക പ്രയോഗം 77 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. നിങ്ങളിനിയും വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. എസെക്കിയേൽ പ്രവചനത്തിൽ 77 പ്രാവശ്യം ഒരു പ്രത്യേക പ്രയോഗം ആവർത്തിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, ചിലത് മാത്രമേ ഞാനൊന്ന് വായിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നോക്കിക്കാട്ടെ. അവിടെ വായിക്കുന്നു, എൻ്റെ ക്രോധം അവരിൽ നിവർത്തിക്കുമ്പോൾ യഹോവയായ ഞാൻ എൻ്റെ തീഷ്ണതനെ അരുളി ചെയ്തെന്ന് അവർ അറിയും. 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, നിഹതന്മാർ നിങ്ങളുടെ നടുവിൽ വീഴും, അതിൻ്റെ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. വീണ്ടും നോക്കിക്കാട്ടെ, 10-ാം വാക്യം, ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. 13-ാം വാക്യം അതിൻ്റെ അവസാനം, ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. 14-ന്റെ അവസാനം, അപ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. 77 പ്രാവശ്യമാണ് എസെക്കിയേലിൽ ഈ പദപ്രയോഗം ആവർത്തിച്ചിട്ടുള്ളത്. ദൈവം സംഭവിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ പറയുകയാണ്. ഉദാഹരണമായിട്ട്, പാലും തേനും ഒഴുകുന്ന ദേശമാണ് കനാൻ നാട്. ഇസ്രയേലിൻ്റെ ദേശം പാലും തേനും ഒഴുകുന്ന നാടാണ്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, ഞാൻ അവരുടെ നേരെ കൈ നീട്ടി അവരുടെ സകല വാസസ്ഥലങ്ങളിലും ദേശത്തെ റിബ്ല മരുഭൂമിയേക്കാൾ അധികം നിർജ്ജനവും ശൂന്യമാക്കും. അപ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു ഇത് സംഭവിക്കും, അപ്പോൾ നിങ്ങൾ അറിയും ഞാൻ യഹോവയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു, അത് സംഭവിച്ച് കഴിയുമ്പോൾ ഞാൻ സമയത്തിന് അതീതനായ ദൈവമാണെന്ന് നിങ്ങൾ അറിയും, ഞാൻ നിത്യനാണെന്ന് നിങ്ങൾ അറിയും, എനിക്കൊന്നും മറവല്ലെന്ന് നിങ്ങൾ അറിയും, ഞാൻ യഹോവയായ ദൈവമെന്ന് നിങ്ങൾ അറിയും. 77 പ്രാവശ്യം ആ വാക്ക് എസെക്കിയേലിൽ ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 77 പ്രാവശ്യം ദൈവം പറയുന്നത് ദൈവമാണ്, അവൻ യഹോവയാണ്, നിത്യനാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മാർഗം മുമ്പ് കൂട്ടി പറഞ്ഞിട്ട് അത് നടക്കുമ്പോൾ ദൈവം ഞാനാണ് നിത്യനെന്നുള്ളത് നിങ്ങൾ അറിയും. ഈ പുസ്തകത്തിൽ ഒരു പ്രത്യേക ഭാഗം ലോകാന്ത്യ സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ, ദൈവപുത്രൻ്റെ മടങ്ങിവരവിനുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിച്ചുകൊണ്ട്
ഞാൻ ആരംഭിക്കുകയാണ്. ഏതാണ്ട് 5 അധ്യായം അപഗ്രഥിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ മുന്നിലുള്ള പരിമിതമായ സമയം ഈ 5 അധ്യായങ്ങൾ മുഴുവൻ നോക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ലോക സംഭവങ്ങളിൽ അതിപ്രധാനമായ ഒരു വിഷയം ഞാനിവിടെ നിന്ന് അടർത്തിയെടുക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് എസെക്കിയേൽ 35, 36, 37, 38, 39 5 അധ്യായങ്ങൾ ലോകത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കേണ്ട സംഭവങ്ങളാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തു വരുന്നതിന് അല്പം മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നടക്കേണ്ട സംഭവങ്ങളാണ്. അങ്ങനെ സംഭവിക്കേണ്ട കാര്യങ്ങൾക്ക് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻ ദ ലേറ്റർ ഡേയ്സ്, അന്ത്യകാലത്തിൽ നിവർത്തിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. ഞാനതിൽ ഒരു വാക്യം വായിച്ച് ആത്മാവെന്നെ നടത്തുന്നതും പ്രേരിപ്പിക്കുന്നതും അനുസരിച്ച് ഞാൻ പറഞ്ഞുകൊള്ളാം. എസെക്കിയേൽ പ്രവചനം 38 അധ്യായം അതിൻ്റെ 8 വാക്യം ഒന്ന് വായിക്കാം. എസെക്കിയേൽ പ്രവചനം 38 അധ്യായത്തിൻ്റെ 8 വാക്യം ലോക സംഭവങ്ങളെ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനുള്ള ബന്ധത്തിൽ അപഗ്രഥിക്കുകയാണ് നമ്മൾ. 8 വാക്യം നോക്കിയാട്ടെ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിൽ നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ. എന്നാൽ അവർ ജാതികളുടെ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നീ മഴക്കോൾ പോലെ കയറി വരും. നീ നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിങ്ങളോട് കൂടെ പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. ഈ പ്രവചനം എന്ന് നിവർത്തിക്കപ്പെടേണ്ടതാണ്. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഏറിയ നാൾ കഴിയണം, നീ ഒടുക്കം വന്ന് ചേരും. ഇൻ ദ ലേറ്റർ ഡേയ്സ്. ഞാനൊന്ന് പറഞ്ഞു പോകട്ടെ. എസെക്കിയേൽ ഇത് രേഖപ്പെടുത്തുന്നത് ഇന്നേക്ക് ഏതാണ്ട് 2600 വർഷം മുമ്പാണ്. ക്രിസ്തുവിന് 600 വർഷം മുമ്പ്, ഏതാണ്ട് 600 വർഷം മുമ്പ് ബാബേലിലേക്ക് എസെക്കിയേലിനെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് 600 വർഷം മുമ്പ് പിടിക്കപ്പെട്ടു, ബാബേൽ പ്രവാസത്തിലേക്ക് പോയി. ഇന്നേക്ക് 2600 വർഷം മുമ്പ് ആ പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, ഏറിയ നാൾ കഴിയണം. ആഫ്റ്റർ മെനി ഡേയ്സ്, അനേക നാളുകൾ കഴിയുമ്പോൾ, ഇൻ ദ ലേറ്റർ ഡേയ്സ്, കാലത്തിൻ്റെ അന്ത്യത്തിൽ അവസാന നാളുകളിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താ സംഭവം? നീയും നിന്നോടുകൂടെ പല ജാതികളും എൻ്റെ ദേശമായി ഇസ്രയേലിന്റെ നേരെ യുദ്ധത്തിന് വരും. ഇനി നടക്കാൻ പോകുന്ന ഒരു ഘോരമഹായുദ്ധം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, 2600 വർഷം മുമ്പ് ഏതൊക്കെ രാജ്യങ്ങളാണ് ആക്രമിക്കുന്നത്, ഏതൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ആർക്ക് പറയാൻ കഴിയുമത്? ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നവരോട് പറയട്ടെ, അങ്ങനെ രാജ്യങ്ങൾ പോലും വന്നില്ല. 600 വർഷം മുമ്പ് സർവ്വജ്ഞാനിയായ ദൈവം, ഒന്നും മറവല്ലാത്ത ദൈവം, രാജ്യങ്ങൾ ഒന്നിച്ചുകൂടി എൻ്റെ ജനത്തെ ആക്രമിക്കും. എന്നാൽ ഇവിടെ ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. ഇവിടെ എന്നാണെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒടുക്ക നാളിലാണ് അവർ വരുന്നത്, ഇസ്രയേൽ പർവ്വതങ്ങളിലാണ്. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പല ജാതികളിൽ നിന്ന് മലയാളത്തിൽ രേഖപ്പെടുത്തിയത്, ഇംഗ്ലീഷിൽ രാഷ്ട്രങ്ങൾ എന്നാണ്, നേഷൻസ്. പല രാഷ്ട്രങ്ങളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട ഒരു രാജ്യം. എന്നെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഇസ്രയേൽ രാഷ്ട്രം അവരുടെ സ്വന്തം നാട്ടിൽ കയറുന്നതിന് മുമ്പ് മോവാബ് സമഭൂമിയിൽ വെച്ച് മോശെ അവരോട് പറഞ്ഞു, 2 പ്രാവശ്യം നിങ്ങളുടെ സ്വന്തം ദേശം വിട്ട് നിങ്ങൾ പോകും. നിങ്ങളെ കൊണ്ടുചെല്ലുന്നത് പാലും തേനും ഒഴുകുന്ന ദേശത്താണ്.
ദൈവത്തെ അനുസരിക്കാത്തതിൻ്റെ ഫലമായി 2 പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേശം വിട്ടുപോകും. 3 പ്രാവശ്യം പറഞ്ഞിട്ടില്ല, 2 പ്രാവശ്യം അവിടെ നിന്ന് നിങ്ങൾ ചിതറിക്കപ്പെടും. ഞാൻ ഒന്ന് കാണിക്കാം. ആവർത്തനം 28 എടുത്ത്, ആവർത്തന പുസ്തകം 28-ാം അധ്യായം. മോശെ അവരോട് പറയുകയാണ്, ഈ 2 പ്രാവശ്യം നിങ്ങൾ ലോകത്തിൽ ചിതറിക്കപ്പെടും, ലോകത്തിൽ പോകുമെന്ന് പറയുമ്പോൾ എവിടോട്ടൊക്കെയാ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അത്ഭുതമാണ്. നമ്മൾ ഓർക്കണം, അവരൊരു രാഷ്ട്രമായിട്ടില്ലേ. ഒരു രാഷ്ട്രമാകുന്നതിന് മുമ്പ് പറയുകയാണ്, അതായത് കനാനിൽ കയറുന്നതിന് മുമ്പ് പറയുകയാണ്. ഒന്നാമത് പറഞ്ഞു നോക്കാട്ടെ, ദൈവത്തെ അനുസരിക്കാതെ വരും. അതിൻ്റെ ഫലമായി 32-ാം വാക്യം, നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജാതിക്ക് അടിമയാകും. അന്യജാതി, ജാതികൾ എന്നല്ല, അന്യജാതി, അനദർ നേഷൻ, ഏകവചനമാണ്. ഒരു അന്യദേശത്ത് നീ അടിമയാകും. സൗരന്മാരെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബൈബിള് സത്യമാണ്, കൃത്യമാണ്. കർത്താവ് പറഞ്ഞു, ഇതിൻ്റെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരത്തില്ല. ക്രിസ്തുവിന് 600 വർഷം മുമ്പ് ബാബേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ അവരെ അടിമകളാക്കി. 600 വർഷം മുമ്പ് ബാബേൽ പ്രവാസത്തിൽ പോയി. അത് നടക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് മോശ പറഞ്ഞു, നീയും നിന്റെ പുത്രന്മാരും ഒരു അന്യജാതിക്കടിമയാകും. 70 വർഷം പ്രവാസം കഴിഞ്ഞ്, പ്രവാചകന്മാർ രേഖപ്പെടുത്തിയ പോലെ 70 വർഷം പ്രവാസം കഴിഞ്ഞ്, അവരുടെ അടിമത്വം കഴിഞ്ഞ് മടങ്ങി വന്ന് അവരുടെ പട്ടണം പണിതു, അവരുടെ ദേവാലയം പണിതു. അതിൻ്റെ ചരിത്രമൊക്കെ എസ്ര, നെഹമ്യ മുതലായ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ദേശത്ത് പാർക്കും, എന്നാൽ ഒരിക്കൽ കൂടെ നിങ്ങൾ ലോകത്തിൽ ചിതറിപ്പോകും. രണ്ടാമത് ഇവിടെ പറഞ്ഞു നോക്കിയാട്ടെ, അതിൻ്റെ 64-ാമത്തെ വാക്യം, അതേ അധ്യായത്തിൻ്റെ 64-ാമത്തെ വാക്യം, യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും. സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകും. ജാതികളുടെ കാലം തികയോളം ജാതികൾ യെരൂശലേമിനെ ചവിട്ടിക്കളയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മോശ പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കപ്പെടും. ഈ രാത്രി ഞാൻ ചോദിച്ചോട്ടെ, യഹൂദൻ എങ്ങനെയാണ് കൊച്ചിയിൽ വന്ന് പാർത്തത്? യഹൂദൻ എങ്ങനെയാണ് മാളയിൽ വന്ന് പാർത്തത്? യഹൂദൻ എങ്ങനെയാണ് ചേന്നമംഗലത്ത് വന്ന് പാർത്തത്? കേരളത്തിൽ എങ്ങനെ യഹൂദൻ വന്നു? കേരളം ഒരു ഭൂപടം എടുത്താൽ ലോകത്തിൻ്റെ ഒരു അറ്റമാണ്. ഞാൻ തൃശ്ശൂരിനടുക്കലുള്ള മാളയിൽ അതിൻ്റെ റോഡിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. കടക്കാരെ നോക്കി ഞാൻ പ്രസംഗിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ദേശത്തിൻ്റെ പേരിൻ്റെ അർത്ഥം അറിയാമോ? മാള എന്ന് പറയുന്ന വാക്ക് എബ്രായ വാക്കാണ്, എബ്രായ വാക്ക്. യഹൂദന്മാർ അവിടെ പാർത്തപ്പോൾ ആ സ്ഥലത്തിന് അവർ പേരിട്ടു മായില്ലാഹ. അത് ലോപിച്ച് പിന്നീട് മാളയായി. മായില്ലാഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അഭയസ്ഥാനം, പ്ലേസ് ഓഫ് റെഫ്യൂജ്. അവരെ ഉപദ്രവിക്കാത്തൊരു സ്ഥലമുണ്ട്. കേരളം, ഇന്ത്യ. ഈ ഇന്ത്യയിൽ അവരെ ഉപദ്രവിച്ചില്ല. ലോകത്തിന്റെ എല്ലാ കോണിലും അവരെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. കേരളത്തിൽ അവരെ ഉപദ്രവിച്ചില്ല. അവരതിന് പേരിട്ടു മായില്ലാഹ, മാള എന്ന് പേര് വിളിച്ചു, അഭയസ്ഥാനമെന്ന് അവർ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ചോദിച്ചു നാട്ടുകാരോട്, നിങ്ങളുടെ ദേശത്തിൻ്റെ പേരിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? അവരോട് പിന്നീട് അതോടുള്ള ബന്ധത്തിൽ ഞാൻ പ്രസംഗിച്ചു. യഹൂദന്റെ സെമിട്രി, അവനെ അടക്കിയിരിക്കുന്ന കല്ലറയുടെ വശത്ത് നിന്നുകൊണ്ട് ഞാൻ വലിയൊരു മീറ്റിംഗ് 2-3 ദിവസം പ്രസംഗിച്ചു. എനിക്കുണ്ടായ ആവേശം പറയാൻ നിവൃത്തിയില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവവചനം എത്ര കൃത്യമാണ്. അവരൊരു രാജ്യമായി കനാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മോശ പറഞ്ഞു, നിങ്ങൾ മറ്റൊരു രാജ്യത്തിന് അടിമയാകും. അത് നടന്നു. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കപ്പെടും. ചരിത്രം നമുക്കറിയാം. AD 70 റോമൻ സൈന്യാധിപനായ തീത്തോസ് അവരെ യെരൂശലേമിൽ നിന്ന് ലോകത്തിൽ ചിതറിച്ചു കളഞ്ഞു.
എല്ലാ രാജ്യത്തും അവർ പോയി. രാജ്യമില്ലാതെ കിടക്കുകയാണ്. മടങ്ങി വരുവാൻ നിവൃത്തിയില്ല. കാലത്തിൻ്റെ അന്ത്യം യേശുക്രിസ്തു വരുന്നതിന് അല്പം മുമ്പ് അവർ മടങ്ങി വന്നെങ്കിലേ കഴിയുള്ളൂ. വേദപുസ്തക പ്രവചനം, അന്ത്യകാല പ്രവചനം ഒരെണ്ണമെങ്കിലും നിവർത്തിക്കപ്പെടണമെങ്കിൽ യഹൂദൻ രാഷ്ട്രമായി പിറന്നു വീണെങ്കിലേ കഴിയുള്ളൂ. ഇന്ന് യഹൂദൻ ഒരു രാജ്യമായി തീർന്നതിൻ്റെ കാരണം അതാണ്. ആരാണ് അവരെ കൊണ്ടുവന്നത്? ആരാണ് അവരെ കൊണ്ടുവന്നത്? നിങ്ങൾ യെരമ്യാ പ്രവചനം എന്നെടുത്ത് അവിടെ സ്വർഗത്തിലെ ദൈവം പറയുന്ന വാക്ക് ഞാനെന്ന് ചൂണ്ടിക്കാണിക്കാം. യെരമ്യാ പ്രവചനം, അതിൻ്റെ യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. യെരമ്യാ 31:10 ദൈവം പറയുകയാണ്, വിളിച്ചു പറയുക, നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുക. എന്താ വിളിച്ചു പറയേണ്ടത്? ആ 31:10 നോക്കിക്കേ. ജാതികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ. ഇസ്രായേലിനെ ചിതറിച്ചവനവനെ കൂട്ടിച്ചേർത്തു, ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്ന പോലെ അവനെ കാക്കും. സ്തോത്രം. ആരാണ് അവനെ മടക്കി കൊണ്ടുവന്നത്? എന്താണ് ഈ വചനം പറയുന്നത്? ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിവരുത്തി. ദൈവത്തിന്റെ കരമാണ്. എസെക്കിയേൽ 36 നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ചൂണ്ടിക്കാണിച്ചു. 130 രാജ്യത്ത് നിന്ന് അവരെ മടക്കി കൊണ്ടുവന്നു. അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്തിൽ തന്നെ കൊണ്ടുവന്നു. 23 ഇസ്ലാമിക് രാജ്യങ്ങളുടെ നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്ത്, അവരോട് ബദ്ധ വൈരാഗികളായിരിക്കുന്ന സ്ഥലത്ത്, അവരുടെ പിതാക്കന്മാരുടെ ആ സ്ഥലത്ത് തന്നെ അവർ രാജ്യമായി തീർന്നു. ദൈവത്തിൻ്റെ കരം, സർവശക്തന്റെ കരം രണ്ടാമത് അവരെ മടക്കി കൊണ്ടുവന്നു. ഇതാണ് എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിച്ച ആ ഭാഗം. വീണ്ടും നമ്മൾ നോക്കട്ടെ. നമ്മൾ ഓരോ വാക്യങ്ങളും അപഗ്രഥിച്ച് നോക്കുമ്പോൾ ഈ കാലഘട്ടം നമുക്കറിയാം. എസെക്കിയേൽ 38-ന്റെ 8-ാം വാക്യം, പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യം, വാളിനൊഴിഞ്ഞു പോന്നു. യൂറോപ്പിൽ 2ാം ലോകയുദ്ധം നടക്കുമ്പോൾ, സെക്കൻഡ് വേൾഡ് വാർ, 90 ലക്ഷം യഹൂദന്മാരുണ്ട്. യൂറോപ്പിൽ 90 ലക്ഷം യഹൂദന്മാരുണ്ട്. 2ാം ലോകയുദ്ധം കഴിയുമ്പോൾ, ആ ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ, ഹിറ്റ്ലറിന്റെ ഭരണം അവസാനിച്ചപ്പോൾ 30 ലക്ഷമായി കുറഞ്ഞു. 60 ലക്ഷത്തെ ഗ്യാസ് ചേംബറിൽ കയറ്റിക്കൊന്നു. 30 ലക്ഷമായി ശേഷിച്ചു. ഇവിടെ കണ്ടോ, വാളിന് ശേഷിച്ചവർ. എന്റെ സഹോദരന്മാരോട് പറയട്ടെ, അവരെ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ദൈവം അവരെ കൊണ്ടുവന്നത്. വീണ്ടും നമ്മൾ യെരമ്യാ പ്രവചനം ഒന്ന് എടുത്താട്ടെ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. കാരണം എൻ്റെ മനസ്സിൽ ഓടി വരുന്ന വാക്യങ്ങളാണ് ഞാൻ എടുക്കുന്നത്. നോക്കിയാട്ടെ, ദൈവം എങ്ങനെ അവരെ കൊണ്ടുവരും? ദൈവം പറഞ്ഞൊരു വാക്യം ഞാൻ വായിക്കാം. യെരമ്യാ പ്രവചനം 17-16 വാക്യം. ഇതാ, ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവരവരെ പിടിക്കും. അതിൻ്റെ ശേഷം ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, അവരവരെ എല്ലാ മലയിൽ നിന്നും എല്ലാ കുന്നുകളിൽ നിന്നും പാറപ്പിളപ്പുകളിൽ നിന്നും നായാടി പിടിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതെന്താ ഈ പറയുന്നത്? ഞാൻ ആദ്യം മീൻപിടുത്തക്കാരെ കൊണ്ടുവരും, അതിൻ്റെ ശേഷം നായാട്ടുകാരെ കൊണ്ടുവരും, അങ്ങനെ ഞാൻ അവരെ മടക്കി കൊണ്ടുവരും. മീൻ പിടിക്കുന്നവര് എവിടെ നിന്നാ മീൻ പിടിക്കുന്നത്? വെള്ളത്തിൽ നിന്ന്. എന്താ ഇവിടെ പറയുന്നത്? വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നു, നീ കണ്ട വെള്ളം ഭാഷകളും വംശങ്ങളും പുരുഷാരങ്ങളുമാണ്. ലോക ജനതയെ സമുദ്രമായി തിരുവചനത്തിൽ പറയുന്നു. വെളിപ്പാട് 17-15. യഹൂദൻ എവിടെയാണ്? ഈ ലോക ജലത്തിൽ മുങ്ങിക്കിടക്കുകയാണ്, രാഷ്ട്രങ്ങളുടെ ഇടയിൽ മുങ്ങിക്കിടക്കുകയാണ്. അവിടെ നിന്ന് മീൻപിടുത്തക്കാരെ കൊണ്ട് നിങ്ങളെ പിടിക്കും. എനിക്ക് വിശദമായി എടുക്കണമെന്നുണ്ട്, പക്ഷേ 1-2 വാക്കിൽ ഞാൻ പറഞ്ഞു നിർത്താം. 1897
സയനിസ്റ്റ് മൂവ്മെന്റ്. തിയഡോർ ഹെർസലിന്റെ നേതൃത്വത്തിൽ ബാസ്ലി എന്ന് പറയുന്ന സ്ഥലത്ത് സിയോണിസ്റ്റ് മൂവ്മെന്റ്. പലസ്തീനിലോട്ട് ആരെങ്കിലും പോയാൽ അവർക്ക് അവിടെ ചെന്ന് അറബികളോട് സ്ഥലം മേടിക്കാൻ പണം കൊടുക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. പലസ്തീനിലോട്ട് യഹൂദനും പോണ്ട. എന്താ കാരണം? അവിടെ ജീവിക്കുന്നത് അവരുടെ ശത്രുക്കളാണ്. അവിടെ മഴയില്ല, അവിടെ മരുഭൂമിയാണ്, അവിടെ ജനങ്ങളില്ല, അവിടെ മൃഗങ്ങളില്ല. അവിടോട്ട് പോകുമോ? എന്നാൽ സൗജന്യമായി പണം കൊടുത്തു, നിങ്ങൾ പോയി മേടിക്കുക. അന്നത്തെ കാലത്ത് സിയോണിസ്റ്റ് മൂവ്മെന്റുകാർ കൊടുത്തത് $20 ദശലക്ഷം. $20 മില്യൺ. വലിയ ധനികരുണ്ടായിരുന്നു യഹൂദന്മാർ. അവർ യൂറോപ്പിലുള്ളവര് $20 ദശലക്ഷം കൊടുത്ത് ഏതാണ്ട് 3.5 ലക്ഷം ഏക്കർ മരുഭൂമി അറബികളുടെ കയ്യിൽ നിന്ന് മേടിച്ചു. അറബികൾക്ക് വേണ്ട, ഒന്നിനും കൊള്ളത്തില്ല, വെറും മരുഭൂമി, വെള്ളമില്ല, വൃക്ഷമില്ല, മനുഷ്യനില്ല, ഒരു പുല്ലുമില്ല, ആർക്കും വേണ്ടാതെ കിടക്കുന്ന സ്ഥലം. യഹൂദൻ 3.5 ലക്ഷം ഏക്കർ $20 ദശലക്ഷം കൊടുത്ത് നെഗവ് മരുഭൂമിയുടെ പ്രദേശങ്ങൾ അവിടുമൊക്കെ മേടിച്ചു. അറബികള് സന്തോഷത്തോടെ വിറ്റു. മീൻപിടുത്തക്കാർ ഒന്നാം ലോകയുദ്ധം കഴിയുമ്പോൾ ഏതാണ്ട് 1 ലക്ഷം ആളുകൾ അവിടെ കയറി. 1880-കളിൽ 10,000 യഹൂദൻ അവിടെ ഇല്ല. ഒന്നാം ലോകയുദ്ധം 1914 തൊട്ട് 18 വരെ 4 വർഷത്തെ നീണ്ടിരുന്ന യുദ്ധം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1 ലക്ഷം യഹൂദൻ അവിടെ കുടിയേറി. തീർന്നില്ല. ദൈവം പറഞ്ഞു, അതിൻ്റെ ശേഷം ഞാൻ നായാട്ടുകാരെ വരുത്തും. അവരെന്താ ചെയ്യുന്നത്? അവർ ഒളിച്ചിരിക്കുന്ന മലയിൽ നിന്നും കുന്നുകളിൽ നിന്നും പാറപ്പിളർപ്പുകളിൽ നിന്ന് നായാടി പിടിക്കും. 2ാം ലോകയുദ്ധം ചരിത്രം അറിയാവുന്നവർക്കറിയാം. അന്ന് നാസി പടയാളികൾ യഹൂദനെ വേട്ടയാടി, ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ വേട്ടയാടി. നിങ്ങൾ കേട്ട് കാണും, ജനറൽ ഐക്മൻ, ഹിറ്റ്ലറിന്റെ ഒരു ജനറലാണ്. അദ്ദേഹം ഗ്യാസ് ചേംബറിൽ യഹൂദനെ കൊല്ലാൻ എല്ലാ ദിവസവും 5000 യഹൂദനെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. 5000 യഹൂദന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരെ കൊണ്ടുവന്ന് ട്രെയിനിൽ കൊണ്ടുവന്ന് ഗ്യാസ് ചേംബറിൽ കയറ്റി കൊല്ലുകയാണ്. അയ്യോ, ഭയങ്കരമാണ്. അതൊന്നും വിവരിക്കാൻ സമയം പോരാ. എന്നാൽ ഞാൻ പറയട്ടെ, അവർക്ക് യൂറോപ്പിൽ ജീവിക്കാൻ നിവൃത്തിയില്ല, എങ്ങും താമസിക്കാൻ നിവൃത്തിയില്ല. 2ാം ലോകയുദ്ധത്തിൽ 90 ലക്ഷം യഹൂദൻ ഉണ്ടായിരുന്നവരെ 30 ലക്ഷമായി കൊന്നൊടുക്കി. അവര് അവിടെ നിന്ന് പലായനം ചെയ്തു. കപ്പലുകളിലും മറ്റുമായി പലസ്തീന്റെ മണ്ണിൽ പലായനം ചെയ്തു. 2ാം ലോകയുദ്ധം കഴിയുമ്പോൾ 6.25 ലക്ഷം യഹൂദൻ അവിടെ വരുന്നു. ഒന്നാലോചിച്ച്, 10,000 യഹൂദൻ ഇല്ലാതെ കിടന്ന സ്ഥലത്ത് ദൈവം പറഞ്ഞ പോലെ ആദ്യം ഞാൻ മീൻപിടുത്തക്കാരെ കൊണ്ടുവരും, അതിന് ശേഷം നായാട്ടുകാരെ കൊണ്ടുവരും, അവരെ കൊണ്ട് ഞാൻ ഇവരെ മടക്കി കൊണ്ടുവരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എസെക്കിയേൽ 38 നമ്മുടെ വിഷയം. അവിടെ നമ്മൾ വായിച്ചു, പല ജാതികളിൽ നിന്ന് ശേഖരിച്ചു, വാളിനൊഴിഞ്ഞു പോന്നു. ഇത് ആശ്ചര്യമായി ഇന്ന് നടക്കുന്ന സംഭവമാണ്. ലോകാന്ത്യ സംഭവങ്ങളിൽ ഇന്ന് നടക്കുന്ന സംഭവമാണിത്. നേരത്തെ സംഭവിച്ചതല്ല. ഇത് സംഭവിച്ചത് ആഗോളമായി ചിതറിപ്പോയ ശേഷം, അവരെ കൊന്നൊടുക്കിയ ശേഷം ശേഷിച്ചവർ, വാളിന് ശേഷിച്ചവരെ സ്വർഗത്തിലെ ദൈവം 130 രാജ്യത്ത് നിന്ന് അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത രാജ്യത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവിടെ വായിക്കുന്നു, അവസാനം ഒരു യുദ്ധം നടക്കും. ആരാണ് ഈ യുദ്ധം നടത്തുന്നത്? നമ്മൾ അല്പം വിശദമായി നോക്കാൻ പോവുകയാണ്. ഒരു കൂട്ടം ആളുകള് യുദ്ധത്തിന് വരുന്നു, ഒരു കൂട്ടം ആളുകള് അതിനെ എതിർക്കുന്നു. ഇനി ഞാൻ പറയട്ടെ, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇസ്രയേലിന് കൊടുത്ത സ്ഥലം മനസ്സിലാക്കണം. നോക്കാം, ഈ 38-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ അവസാനം നോക്കിയേ. എസെക്കിയേൽ 38-ന്റെ 11-ാം അവസാനം.
ശൂന്യമായിരുന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങളും നേരെയും ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളും ധനത്തെയും സമ്പാദിച്ച് ഭൂമിയുടെ മധ്യേ വസിച്ചുമിരിക്കുന്ന ഒരു ജനം. യഹൂദൻ എവിടെ വസിക്കുന്നത്? ഭൂമിയുടെ മധ്യേ. ഭൂമിയുടെ മധ്യഭാഗം എവിടെയാണ്? അമേരിക്കയാണോ? അല്ല. ഭൂമിയുടെ മധ്യഭാഗം 3 വേദഭാഗങ്ങൾ ബൈബിളിൽ കാണുന്നുണ്ട്. ഒന്നിവിടം ഭൂമിയുടെ മധ്യേ വസിക്കുന്നു യഹൂദൻ. എസെക്കിയേൽ 5:5 ഭൂമിയുടെ മധ്യേ അവർ വസിക്കുന്നു. 1000 ആണ്ട് വാഴ്ച യേശുക്രിസ്തു മടങ്ങി വരുമ്പോഴും നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 19-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഭൂമിയുടെ മധ്യേ അവർ വസിക്കുന്നു. ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. എവിടോട്ടെന്നറിയാതെ യാത്ര ചെയ്തു. ഈ ഇസ്രയേലിന്റെ മധ്യഭാഗത്തിലുള്ളൊരു സ്ഥലമാണ് ബർഷീബ. ആ സ്ഥലത്തിരുന്നു. ആ സ്ഥലത്താണ് അബ്രഹാം പാർത്തത്. അത് ഇസ്രയേലിന്റെ മധ്യഭാഗമാണ്. നമ്മൾ ഇവിടെ വായിക്കുന്നു, ഭൂമിയുടെ മധ്യഭാഗവുമാണ് ഇസ്രയേൽ. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട എവിടെയാണ്? ഇസ്രയേലിന്റെ ഭൂപടം എടുത്ത് നോക്കിയേ. ഇസ്രയേലിന്റെ ഭൂപടം എടുക്കുമ്പോൾ അതിൻ്റെ സെന്റർ എന്ന് പറയുന്നത് യെരുശലേമാണ്. യെരുശലേമിന്റെ പ്രദേശത്താണ് ദൈവപുത്രൻ വന്ന് ക്രൂശിക്കപ്പെട്ടത്. ദൈവം എന്തിനാണ് യഹൂദന് ഈ ഭൂമിയുടെ മധ്യഭാഗം കൊടുത്തത്? മാനവരാശിയെ സ്നേഹിച്ചതുകൊണ്ടാണ്. അവരാണ് ഈ തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തിയത്. റോമലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് ചോദിക്കുന്നുണ്ട്, യഹൂദൻ എന്ത് വിശേഷത? അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? വളരെയുണ്ട്. ഒന്നാമത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കലാണ് ഏൽപ്പിച്ചത്. പഴയ നിയമ ബുക്കുകൾ ആരാണ് എഴുതിയത്? പഴയ നിയമ എല്ലാ ബുക്കുകളും എഴുതിയത് യഹൂദനാണ്. പുതിയ നിയമ ബുക്കുകൾ എല്ലാം യഹൂദൻ, ലൂക്കോസ് ഒഴിച്ച് യഹൂദനാണ്. അപ്പോൾ ബൈബിളിന്റെ എഴുത്തുകാർ യഹൂദന്മാരാണ്. അവരെ കൊണ്ട് എഴുതിച്ചു. അവരെ ഭൂമിയുടെ മധ്യഭാഗത്ത് കൊണ്ടുവന്നു. ഏകസത്യ ദൈവത്തെക്കുറിച്ച് അവരിലൂടെ ദൈവം വെളിപ്പാട് കൊടുത്തു. ലോകത്തിൽ ദൈവത്തിൻ്റെ സാക്ഷികളായി, പ്രകാശമായി ഭൂമിയുടെ മധ്യത്തിൽ നിന്ന് ഈ പ്രകാശം പരത്തുവാൻ അവർക്ക് ഭൂമിയുടെ മധ്യഭാഗം കൊടുത്തു. ഇനിയും ഞാൻ എന്തിനാ ഇത്രയും വിശദീകരിച്ചെന്ന് ചോദിച്ചാൽ, ഇവിടെ എസെക്കിയേൽ 38 ഇവരെ ആക്രമിക്കുന്ന ഈ രാജ്യം ഏത് രാജ്യമാണെന്ന് കണ്ടുപിടിക്കാൻ ഭൂമിയുടെ മധ്യഭാഗം ഇസ്രയേലാണെന്ന് മനസ്സിലായെങ്കിലേ ഒക്കുള്ളൂ. കാരണം എന്താന്ന് പറയാം. നോക്കിയാട്ടെ, അതിൻ്റെ 15-ാമത്തെ വാക്യം. ഇസ്രയേലിനെ ആക്രമിക്കാൻ വരുന്നത് എവിടെ നിന്നാണ്? 38-ന്റെ 15-ാം വാക്യം. നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറിയ മഹാസമൂഹം, മഹാസൈന്യമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന്, ആ വാക്ക് നോക്കിയേ, വടക്കേ അറ്റത്തും തന്നെ വരും. 39-ന്റെ 2 ഈ 38-ന്റെ തുടർച്ചയാണ്. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആരിലൊന്നിലെ ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് കൊണ്ടുവരും. എൻ്റെ സഹോദരന്മാരെ, ഭൂമിയുടെ സെന്റർ ഇസ്രയേലാണെന്ന് മനസ്സിലായി. അതിൻ്റെ വടക്കേ അറ്റം ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ ഐ വിൽ ബ്രിങ് യു ഫ്രം ദ അട്ടർമോസ്റ്റ് നോർത്ത്, ഏറ്റവും വടക്കുന്ന് കൊണ്ടുവരും. ഇസ്രയേലിൻ്റെ വടക്ക് രാജ്യങ്ങളുണ്ട്. ലെബനോന്, സിറിയ മുതലായ രാജ്യങ്ങൾ വടക്കാണ്. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും വടക്കേ അറ്റം. ഇസ്രയേലിൻ്റെ ഏറ്റവും വടക്ക് കിടക്കുന്ന സ്ഥലം റഷ്യയാണ്. റഷ്യക്കപ്പുറത്ത് രാജ്യമില്ല. റഷ്യ ആക്രമിക്കും. പക്ഷെ ഇവിടെ കണ്ടോ, നിന്നോടുകൂടെ പല രാജ്യങ്ങൾ വരും. നിന്നോടുകൂടെ പല രാജ്യങ്ങൾ വരും. ഇവിടെ 15-ാം വാക്യം മഹാസൈന്യം. പിന്നെ വായിച്ചു 16, ഒരു മേഘം പോലെ എയർഫോഴ്സ്. ദാനിയേൽ 11:40 ഒരുപാട് കപ്പലുകളോടെ വലിയ നേവൽ ഫോഴ്സ്, വലിയ എയർഫോഴ്സ്, വലിയ ആർമി. ഇത് മൂന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിനെ ആക്രമിക്കാൻ വരുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇത് റഷ്യയാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ലേ.
ഒന്നും തർക്കമില്ല. കാരണം ആ ദിക്ക് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇവിടെ പറഞ്ഞ പേരുകളൊക്കെ നമ്മളെ അത് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാൽ ഇവിടെ എനിക്ക് എടുക്കാനായിട്ടുള്ള പ്രേരണ തോന്നിയ വസ്തുത നോക്കുക. റഷ്യയോട് കൂടെ ഒരു കൂട്ടം രാജ്യങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നീ അവർക്ക് ലീഡറായിരിക്കണം. നോക്കിയാൽ അതിൻ്റെ 38-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹത്തെ ഒരുക്കൊള്ളുക, നീ അവർക്ക് മേധാവിയായിരിക്കുക. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ യു ബി ദ ലീഡർ. നീ വേണം ലീഡറായിരിക്കാൻ. ഈ രാജ്യങ്ങളെ എൻ്റെ ജനമായ ഇസ്രയേലിനോട് യുദ്ധത്തിന് കൊണ്ടുവരേണ്ടത് നീ ആയിരിക്കണം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ റഷ്യയുടെ നേതൃത്വത്തിൽ ഈ രാജ്യങ്ങൾ അവസാന യുദ്ധത്തിന് വരും. ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത്? ഇനി നമ്മൾ ആ വിഷയത്തിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് എന്നെയും നിങ്ങളെയും അത്ഭുതപ്പെടുത്തേണ്ട കാര്യം. ഞാനും നിങ്ങളും വന്നെത്തിയ കാലഘട്ടം ലോക അന്ത്യത്തിൻ്റെ മണിമുഴക്കം കേൾക്കുന്ന കാലഘട്ടം. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇനിയും സമയമില്ല. ദൈവസഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നടക്കേണ്ട യുദ്ധമാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഇതിനു വേണ്ടി 2600 വർഷം മുമ്പ് പറഞ്ഞ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഒന്നായി മാറി. നോക്കിയാട്ടെ, ആരൊക്കെയാണ് റഷ്യയോട് കൂടെ വരുന്നത്? നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അതിൻ്റെ 5-ാം വാക്യം നോക്കിയേ. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ. ആരാണ് ഈ പാർസികൾ? ആരാണ് പാർസികൾ? പേർഷ്യ. ആരാണ് ഈ പേർഷ്യ? ഇറാൻ. ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഇറാൻ. ഇറാൻ. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, അങ്ങനെ ഒരു സംസ്കാരം ഇല്ലാതാക്കും. ഒന്നും നടക്കുകയില്ല. കാരണം ഇവിടെ പറഞ്ഞ ഈ പ്രവചനം നിവർത്തിക്കാൻ റഷ്യയോടുകൂടെ ആദ്യം വരുന്ന രാജ്യം ഇസ്രയേലിനെ ആക്രമിക്കാൻ വരുന്നത് പേർഷ്യൻസ് ആണ്, ഇറാനികളാണ്. ഏതാനും മിനിറ്റുകൾ ഞാൻ ഇറാനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. മറ്റു ഭാഗങ്ങൾ എടുക്കേണ്ടിയുണ്ട്. ഞാൻ ഓടിച്ച് ആ ഭാഗം പറയാം. ഇറാന് നമ്മൾ ഓർക്കണം, ഇറാൻ ഈ രാജ്യങ്ങൾ, ഇറാന് ഇസ്രയേലിൻ്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പക്ഷത്ത് നിന്ന ഒരു രാജ്യമാണ്. അവിടെ ഭരിച്ചിരുന്ന വ്യക്തി നമുക്കറിയാം, അവിടുത്തെ ഷാ. അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളോടും ഇസ്രയേലിനോടും വളരെ സ്നേഹസമ്പന്നരായിരുന്നു. എന്നാൽ ഈ പ്രവചനം നിവർത്തിക്കപ്പെടണമെങ്കിൽ റഷ്യയുടെ ചായ്വിലോട്ട് പോകണം. എന്തോ സംഭവിച്ചെന്നറിയാമോ? ഞാൻ പറയുന്നത് നിങ്ങൾ ചരിത്രമെടുത്ത് നോക്കുക. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എൻ്റെ സഹോദരന്മാരെ, ഈ പ്രവചനം നിവർത്തിക്കപ്പെടാൻ 1979 ഒരു സംഭവം ഉണ്ടായി. ഷാ നാടുകടത്തപ്പെട്ടു. ഇറാനിൽ ഒരു മതവിപ്ലവം ഉണ്ടായി. ആയത്തുള്ള ഖൊമേനി ഭരണമേറ്റെടുത്തു. 79 ആയത്തുള്ള ഖൊമേനി ഭരണമേറ്റെടുത്ത ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചത്, ഞാൻ കുറിച്ചെടുത്തു, ഇസ്രയേലിനെ തുടച്ചു കളയേണ്ടത് മതപരവും ധാർമ്മികവുമായ കടപ്പാടാണ്. നമ്മുടെ ഇറ്റ് ഈസ് എ മോറൽ ഡ്യൂട്ടി ഓഫ് us to eliminate Israel. ഇസ്രയേലിനെ തുടച്ചു കളയണം. ആയത്തുള്ള ഖൊമേനി അതിനുവേണ്ടി അവർ എന്ത് ചെയ്തു? ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തിയാണ് ഇറാൻ. ഒപെക് നേഷൻസിൽ 2ാമത്തെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. അവർക്ക് പണമുണ്ട്. അവരെന്ത് ചെയ്തു? ഇസ്രയേലിന്റെ വടക്ക് കിടക്കുന്ന ലെബനോൻ, അവിടെ ഹെസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദികളെ വാർത്തെടുത്തു. ഹെസ്ബുള്ള ഇസ്രയേലിന്റെ തെക്ക് കിടക്കുന്ന യമനിൽ ഹൂത്തികളെ വാർത്തെടുത്തു. ഗാസയിലെ ഹാമാസിനെ വാർത്തെടുത്തു. ഇസ്രയേലിന് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ തീവ്രവാദികളെ വാർത്തെടുത്തത് ആരാണ്? ഇറാനാണ്.
ഒറ്റ ലക്ഷ്യം. എന്തിനാണ് ആറ്റം ബോംബ് അവർ ഉണ്ടാക്കുന്നത്? അവർ പരസ്യമായി പ്രസ്താവിച്ചു, യഹൂദനെ ഇല്ലാതാക്കാനാണ്. എന്തിനാണ് ഇസ്രയേൽ യുദ്ധത്തിന് പോയത്? ടെഹ്റാൻ എന്ന് പറയുന്നത് അവരുടെ തലസ്ഥാനമാണ്. ടെഹ്റാനിൽ പലസ്തീൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ക്ലോക്കുണ്ട്, പരസ്യമായി അവിടെ വെച്ചിരിക്കുകയാണ്. 2015 അവർ പരസ്യമായി അവിടെ പ്രഖ്യാപിച്ചു, എഴുതി വച്ചിരിക്കുകയാണ്. യഹൂദന് വായിക്കാൻ എബ്രായ ഭാഷയിലും പേർഷ്യൻ ഭാഷയിലും എഴുതി വച്ചിരിക്കുകയാണ്. 25 വർഷം കൊണ്ട് സയോനിസം യഹൂദനില്ലാതാകും. ഒന്നാലോചിച്ച്, ഒരു രാജ്യം പരസ്യമായി പ്രസ്താവിക്കുകയാണ് മറ്റൊരു രാജ്യം ഇല്ലാതാക്കണം. ആറ്റം ഉണ്ടാക്കുന്നത് യഹൂദനെ നെഞ്ചത്തിടാൻ, അവനെ ഇല്ലാതാക്കാൻ. തീവ്രവാദികളെ വാർത്തെടുത്തത് യഹൂദനോട് യുദ്ധം ചെയ്യാൻ, യഹൂദനെ നശിപ്പിക്കാൻ. ഇസ്രയേൽ എന്തിനാണ് യുദ്ധത്തിന് ഏർപ്പെട്ടിരിക്കുന്നത്? ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിനെ സഹായിക്കുന്നത് എന്തിനാണ്? ആറ്റം ബോംബ് ഉണ്ടാക്കരുത്, ഉണ്ടാക്കിയാൽ അപകടമാണ്, യഹൂദനെ ഇല്ലായ്മ ചെയ്യും. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 1979 വരെ പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്ഷത്ത് നിന്ന ഇറാൻ, ഈ ഇസ്ലാമിക് വിപ്ലവം ഉണ്ടായി, ആയത്തുള്ള കൊമേനിമാരുടെ ഭരണം വന്ന് അവർ ഇസ്രയേലിന് ബദ്ധവൈരാഗികളായി. ഇസ്രയേലിനെ തുടച്ചു കളയേണ്ടത് നമ്മുടെ ധാർമ്മികവും മതപരവുമായ ആവശ്യമാണെന്ന് അവർ പ്രഖ്യാപിച്ചു. അതിൻ്റെ പുറകില് മതപരമായ ചില ചിന്തകളുണ്ട്. എനിക്കത് മുഴുവൻ എടുക്കാൻ നിവൃത്തിയില്ല. അവര് ഇവിടെ കാണുന്ന മുസ്ലിങ്ങളല്ല, ഷിയ മുസ്ലിങ്ങളാണ്. ഷിയ മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് 12ാമത്തെ മെഹദി മടങ്ങി വരണം. 12ാമത്തെ മെഹദി മടങ്ങി വരണമെങ്കിൽ ലോകത്തിൽ അരാജകത്വം ഉണ്ടാകണം. ഈ അരാജകത്വം നേർവഴിയിലാക്കാൻ ഇമാം മഹദി പ്രത്യക്ഷപ്പെടും. 5 വയസ്സിൽ കാണാതെ പോയതാണ് ഈ മഹദിയെ. ആ മഹദി കാലത്തിൻ്റെ അന്ത്യത്തിൽ മടങ്ങി വരും എന്നവർ വിശ്വസിക്കുന്നു. മാത്രമല്ല, സിയോനിസം, യഹൂദൻ, അവൻ ഒരിക്കലും ഒരു രാഷ്ട്രമായിരിക്കാൻ അവകാശമില്ല. അവനെ തുടച്ചു കളയണം, അവനെ കൊന്നുകളയണം. അവരുടെ മതപരമായ ഒരു ആവശ്യമാണ്. റഷ്യയോടുകൂടെ ആദ്യം മാർച്ച് ചെയ്തു വരുന്നത് ഇറാനാണ്. അവിടെ കൊണ്ട് തീരുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? അവിടെ കൊണ്ട് തീരുകയല്ല. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, ഇറാൻ റഷ്യയുടെ പക്ഷത്തിലായി കഴിഞ്ഞു. ഇറാൻ റഷ്യയുടെ പക്ഷത്തിലായി കഴിഞ്ഞു. രണ്ടാമതെടുത്ത് പറഞ്ഞ രാജ്യം നോക്കിക്കാട്ടെ. രണ്ടാമതെടുത്ത് പറഞ്ഞു കൂശ്യർ. ആരാണ് ഈ കൂശ്യർ? എത്യോപ്യ. ഹെയ്ലി സലാസി ചക്രവർത്തി ഭരിച്ചിരുന്ന സ്ഥലം ഇന്നത് കമ്മ്യൂണിസ്റ്റ് സ്ഥലമാണ്. എത്യോപ്യയുടെ കൂടെയാണ് സുഡാനൊക്കെ. നോർത്തേൺ സുഡാൻ തീവ്രവാദ ഇസ്ലാമിക് രാജ്യമാണ്. ബിൻ ലാദനെ 5 വർഷം സൂക്ഷിച്ച സ്ഥലമാണ് സുഡാൻ. ഈ കൂശ്യർ എന്ന് പറയുന്ന സ്ഥലത്തിൽ അതും വരും. മൂന്നാമത് പറഞ്ഞു പൂത്യര്. ആരാണ് ഈ പൂത്യര്? ലിബിയയും അതുപോലെ അൾജീരിയയും ടുണീഷ്യയും. നിങ്ങൾക്കറിയാം, കേണൽ ഗദാഫി ഭരിച്ചിരുന്നു. ഇന്ന് തീവ്രവാദ ഇസ്ലാം ഭരിക്കുന്ന സ്ഥലമാണ്. അവസാനം പറഞ്ഞു ഗോമർ. ആരാണ് ഈ ഗോമർ? നമ്മുടെ ബൈബിളിൽ വായിക്കുന്ന ഗലാത്യർ എന്ന് പറയുന്ന സ്ഥലമാണ് ഗോമർ എന്ന് പറയുന്നത്. എവിടെയാണത്? ടർക്കിയിലാണ്. ടർക്കി ഇന്ന് യൂറോപ്യൻ യൂണിയനിലുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, ചിലപ്പോൾ ഇപ്പോഴത്തെ യുദ്ധം കഴിയുമ്പോൾ നാറ്റോയിൽ നിന്നവർ പുറത്തു വന്ന് അവര് ഇസ്രയേലിന് നോക്കണം. AKP എന്ന് പറയുന്ന പാർട്ടിയാണ്, ഇസ്ലാം പാർട്ടിയാണ് ടർക്കി ഭരിക്കുന്നത്. ഞാനൊരു കാര്യം ഓർപ്പിച്ചോട്ടെ, ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തീവ്രവാദ ഇസ്ലാം രാജ്യങ്ങളാണ്. സാധാരണ ഇസ്ലാം രാജ്യമല്ല, തീവ്രവാദത്തിന് കൊടുത്ത ഇസ്ലാമിക് രാജ്യങ്ങൾ. രണ്ടാമതൊരു കാര്യം ഓർക്കുക, ഈ രാജ്യങ്ങളെല്ലാം റഷ്യയുടെ ചേരുവിലാണ്. അവിടെ കൊണ്ട് തീർന്നില്ലേ? പിന്നീട് ഒരു വാക്ക് പറയുന്നുണ്ട്, 6ാം വാക്യം, വടക്കേറ്റത്തുള്ള തോകർമ്മഗൃഹം. റഷ്യ വടക്കേറ്റത്താണ്.
വടക്കേ അറ്റത്തുള്ള തോഗർമഗൃഹം ബെയ്ത് തോഗർമ, ഹൗസ് ഓഫ് ടോഗർമ, ടർക്കിഷ് ബ്ലഡ് ഉള്ള, തുർക്കികളുടെ ചോരയുള്ള ഒരു കൂട്ടം രാജ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. 1991 കമ്മ്യൂണിസം റഷ്യയിൽ തകർന്നു. USSR തകർന്നു. USSR തകർന്നപ്പോൾ 7 പുതിയ ഇസ്ലാമിക് രാജ്യങ്ങൾ അവിടെ നിന്ന് പുറത്തു വന്നു. ഞാൻ അവരുടെ പേര് വായിക്കാം. അസർബൈജാൻ, കിർഗിസ്ഥാൻ, ഉസ്ബാക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, ടർക്ക്മിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ചെച്ചൻസ്. അവരെവിടെയാണ്? വടക്കേ അറ്റത്താണ്. അവരാരാണ്? ഈ ടർക്കിഷ് ബ്ലഡുള്ള ഇസ്ലാമിക് രാജ്യങ്ങളാണ്. തോഗർമഗൃഹം റഷ്യയുടെ ചേരുവിൽ വരുന്ന തീവ്രവാദ ഇസ്ലാമിക് മനോഭാവമുള്ള രാജ്യങ്ങൾ. ഇവരാക്രമിക്കുമ്പോൾ ഇനിയും ഒരു കാര്യം കൂടെ ഞാനെന്നെടുത്തോട്ടെ. ഇവരാക്രമിക്കുമ്പോൾ വേറൊരു കൂട്ടർ എതിർക്കുന്നു. ആരാ എതിർക്കുന്നത്? ആ അധ്യായം നോക്കിക്കേ, അതിൻ്റെ 13-ാം വാക്യം. ശേബയും ദദാനും തർശീശ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്, കവർ ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെ ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീയും നിന്റെ സമൂഹവും കൂടിയിരിക്കുന്നത്? ഒരു കൂട്ടം ആളുകൾ എതിർക്കുന്നു. ആരാണ് ഈ എതിർക്കുന്നത്? നോക്കാട്ടെ, ആരാണ് എതിർക്കുന്നതെന്ന് നോക്കാട്ടെ. ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എതിർക്കുന്നത് തർശീശ് വർത്തകന്മാർ. ഇംഗ്ലീഷിൽ വായിച്ചാൽ മെർച്ചൻസ് ഓഫ് ടർശീഷ്. ആരാണ് ഈ മെർച്ചൻസ് ഓഫ് ടർശീഷ്? ഒരു വാക്യം നമുക്ക് നോക്കാം. എസെക്കിയേൽ 27 എടുത്ത് നമ്മളതൊന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ അപഗ്രഥിക്കാൻ പോവുകയാണ്. എസെക്കിയേൽ പ്രവചനം 27-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. തർശീഷ് സകലവിധ സമ്പത്തിൻ്റെയും പെരുപ്പം നിമിത്തം നിന്റെ വ്യാപാരികളായിരുന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളീയം, കാരിയം എന്നിവ അവർ നിന്റെ ചരക്കിന് പകരം തന്നു. അപ്പോൾ തർശീശ് വർത്തകന്മാർ അവർ കച്ചവടം ചെയ്തത് ഇരുമ്പും ഈയവും വെള്ളിയൊക്കെയാണ്. നോക്കുക 25-ാം വാക്യം. തർശീശ് കപ്പലുകൾ. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, തർശീശ് എന്ന വാക്ക് ടിൻ മർച്ചൻസ് എന്നാണ്. ചരിത്രം അറിയാവുന്നവർക്കറിയാം. ഇവിടെ ടിന്നും ഈയമൊക്കെ കച്ചവടം ചെയ്ത ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടൻ എന്ന വാക്കിൻ്റെ അർത്ഥം ടിൻ മർച്ചൻസ് എന്നാണ്. ബാരിറ്റാനിയ. അവരും അവരുടെ ബാലസിംഹങ്ങളും. അവരുടെ ബാലസിംഹങ്ങൾ ആരാണ്? ഈ ബാലസിംഹങ്ങൾ ആരാണ്? അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു പുതിയ രാജ്യമാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ആരാ പാർത്തിരുന്നത്? റെഡ് ഇന്ത്യൻസ് ആണ്. തലയിൽ തൂവലൊക്കെ വെച്ച റെഡ് ഇന്ത്യൻസ്. എന്നാൽ ഇന്ന് സായിപ്പിൻ്റെ കയ്യിലാണ്. സായിപ്പ് അവിടെ കയറാൻ കാരണം 1492 കൊളംബസ് കണ്ടുപിടിച്ചു അമേരിക്ക. 1776 37 ദശലക്ഷം ബ്രിട്ടീഷുകാർ, യൂറോപ്യൻസ് അവിടെ കുടിയേറി. അമേരിക്ക യൂറോപ്പിൽ നിന്ന് കുടിയേറിയവരാണ്. അവൾ ഇവിടെ നോക്കിക്കേ, തർശീശ് വർത്തകന്മാരും അതിൻ്റെ ബാലസിംഹങ്ങളും. ഇന്ന് പറയുകയാണെങ്കിൽ അമേരിക്കയും ബ്രിട്ടൻ എന്നേ പറയുള്ളൂ. എന്നാൽ തിരിയാൻ പോവുകയാണ്. ബ്രിട്ടനും അമേരിക്കയും, തർശീശ് വർത്തകന്മാരും അതിൻ്റെ ബാലസിംഹവും. ഞാൻ രാവിലെ ഒരു സഭയിൽ വചനം ശുശ്രൂഷിച്ചപ്പോൾ ഓർപ്പിച്ചു, അമേരിക്ക യുദ്ധം കഴിയുമ്പോൾ മിക്കവാറും ലോക നേതൃത്വത്തിൽ നിന്ന് പുറകോട്ട് പോകും. സാമ്പത്തികമായി അവർ തകരും. അമേരിക്കയുടെ കടം $38 ട്രില്യൺ. 38 ട്രില്യൺ എന്ന് പറഞ്ഞാൽ നിസാരമെന്ന് തോന്നും. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് 12 പൂജ്യം ഇടണം. 1,00,000 കോടിയാണ് 1 ട്രില്യൺ. 1,00,000 കോടി 1 ട്രില്യൺ. അങ്ങനെ $38 ട്രില്യൺ കടമാണ്. 48 ദിവസം കൂടുമ്പോൾ അമേരിക്കയിൽ വേറെ 1 ട്രില്യനൂടെ കൂടുന്നു. എല്ലാ 48 ദിവസം കഴിയുമ്പോൾ ഓരോ ട്രില്യൺ കടം കൂടുകയാണ്. അങ്ങനെ കടം കൂടിയാൽ ഏത് രാജ്യം നിലനിൽക്കും? ഈ യുദ്ധം അമേരിക്ക വരുത്തി വെച്ച യുദ്ധമാണ്. ഭയങ്കര പണച്ചെലവാണ്.
ഭയങ്കര പണച്ചെലവാണ്. പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ബ്രിട്ടീഷ് സാമ്രാജ്യം ഒരു സാധാരണ രാജ്യമായതുപോലെ അമേരിക്ക ഒരു സാധാരണ രാജ്യമായി ലോക നേതൃത്വത്തിൽ നിന്ന് പുറകോട്ട് പോകും. പ്രവചനങ്ങൾ അപഗ്രഥിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. കാലത്തിൻ്റെ അന്ത്യം വരുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു, തർശീശ് വർത്തകന്മാരും അതിൻ്റെ ബാലസിംഹങ്ങളും. എന്നാൽ ഇവിടെ അവരോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാരാണ്? ശേബയും ദെദാനും. ശെബയും ദെദാനും ആരാണ് ഈ ശെബയും ദെദാനും? ഉൽപ്പത്തി 25 എടുത്താട്ടെ, വേദപുസ്തകം കൊണ്ട് തന്നെ നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 25. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഭയങ്കര രസമാണ് വേദപുസ്തക പ്രവചനങ്ങൾ പഠിക്കാൻ. മണിക്കൂറുകളിരുന്നാലും ആ രസം ഹരം പോകില്ല. ആരാണ് ഈ തർശീശ് വർത്തകന്മാർ? ശേബയും ദെദാനും ആരാണ്? നോക്കാം. അബ്രഹാമിൻ്റെ ഭാര്യ സാറ മരിച്ചു. അതിന് ശേഷം അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവളുടെ പേരാണ് കെത്തൂറ. അവൾ 6 ആൺമക്കളെ പ്രസവിച്ചു. ഉൽപ്പത്തി 25. അവൾക്ക് അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെത്തൂറ എന്ന് പേർ. സിമ്രാൻ, യൊക്താൻ, മേദാൻ, മിദ്യാൻ, ഇസ്പാഖ്, ഹൂവാഹ് എന്നിവരെ പ്രസവിച്ചു. രണ്ടാമത്തെ മോൻ്റെ പേര് നോക്കിയേ, യൊക്താൻ. ഇനിയും 3-ാം വാക്യം നോക്കിയേ, ഈ രണ്ടാമത്തെ മകൻ്റെ പിള്ളേരുടെ പേര്. യൊക്താൻ ശേബയും ദെദാനെയും ജനിപ്പിച്ചു. അപ്പോൾ അബ്രഹാമിൻ്റെ വെപ്പാട്ടിയായിരുന്ന കെത്തൂറയുടെ മകൻ, രണ്ടാമത്തെ മകൻ യൊക്താൻ്റെ മക്കളാണ് ശേബയും ദെദാനും. ഇനി ഇവരെവിടാ പാർത്തതെന്ന് നോക്കാം. ഇവരെവിടാ പാർത്തത്? ആ അധ്യായത്തിൻ്റെ 5-6 വാക്യം നോക്കി. അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസ്ഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങളെ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസ്ഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്കേ ദേശത്തിലേക്ക് അയച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാലോചിച്ച് നോക്കിയേ. അബ്രഹാം താൻ ജീവനോടിരിക്കുമ്പോൾ വീട്ടുകാരെയും ക്രമീകരിച്ചു. അബ്രഹാം ഇസ്ഹാക്കിന് വാഗ്ദത്ത നാട് കൊടുത്തു. തൻ്റെ വെപ്പാട്ടികളുടെ മക്കൾ ഹാഗർ, കെത്തൂറ, അവരുടെ മക്കൾ, അവർക്ക് സ്ഥലം കൊടുത്തത് എവിടെയാണ്? കിഴക്ക്. നിങ്ങളെ ബൈബിളിന്റെ പുറകിലുള്ള ഭൂപടം എടുത്ത് നോക്കിയേ. ഇസ്രയേലിന്റെ കിഴക്ക് കിടക്കുന്ന സ്ഥലം ഏതാണ്? അറേബ്യൻ പെനിസുല, അറേബ്യൻ മരുഭൂമി. ഈ അബ്രഹാം തൻ്റെ വെപ്പാട്ടികളുടെ മക്കളെ അയച്ചത് അറേബ്യൻ മരുഭൂമിയിലോട്ടാണ്. അവരുടെ പിള്ളേർ എവിടെയാണ്? ഈ അറേബ്യൻ മരുഭൂമിയിൽ താഴോട്ട് അവർ ജീവിക്കുന്നു. സൗദി അറേബ്യ, ഒമാൻ, യമൻ, UAE, ഖത്തർ, ബഹ്റിൻ, ഇതൊക്കെ ആരുടെ മക്കളാണ്? അബ്രഹാമിന് വെപ്പാട്ടികളിൽ ഉണ്ടായ മക്കളുടെ മക്കളാണ്. അവരിന്ന് ആ പ്രദേശത്ത് പാർക്കുന്നു. അവരാരാണ്? അവരാണ് സുന്നി മുസ്ലിങ്ങൾ. അവർ മിതവാദികളാണ്, തീവ്രവാദികളല്ല, മിതവാദികളാണ്. അവര് ആരോടാണ് ചേർന്നിരിക്കുന്നത്? ശേബയും ദെദാനോടും, ബ്രിട്ടീഷുകാരോടും അമേരിക്കൻസിനോടും. നിങ്ങൾക്കറിയാം, അവിടെ എണ്ണ കണ്ടുപിടിച്ചത് ആരാണ്? ഈ ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരുമാണ്. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആരാണ്? ഈ ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരുമാണ്. ഇപ്പം യുദ്ധം നടന്നപ്പോൾ നമ്മൾ കണ്ടു, ബഹ്റിനിലും സൗദിയിലും ഖത്തറിലുമൊക്കെ ഇറാൻ മിസൈൽ അയച്ചതിൻ്റെ കാരണം അവിടെയെല്ലാം അമേരിക്കയുടെ ബേസ് ഉണ്ട്, അവരുടെ പടയാളികൾ ഉള്ളത് കൊണ്ടാണ്. ബൈബിള് കണ്ടോ? എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ അറേബ്യൻ രാജ്യങ്ങൾ പ്രാരംഭത്തിൽ നടന്ന യുദ്ധങ്ങളിൽ ഇസ്രയേലിന് വിരോധമായി വന്നു. എന്നാൽ ഇപ്പോൾ അവർ മിണ്ടുന്നില്ല. ശ്രദ്ധിച്ചോ? ഇപ്പോൾ അവർ മിണ്ടുന്നില്ല. കാരണം എന്നാ? 2020 ഒരു സംഭവം നടന്നു. നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ട്. അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ്, അബ്രഹാം ഉടമ്പടി എന്ന് പറഞ്ഞ്, ഞങ്ങളൊക്കെ അബ്രഹാമിന്റെ മക്കളാണ്, അബ്രഹാം ഉടമ്പടി എന്ന് പറഞ്ഞ് ഈ അറേബ്യൻ രാജ്യങ്ങൾ, ബഹ്റിനും സൗദിയും, ഇവരൊക്കെ ഇസ്രയേലിനോട് സമാധാനത്തിന് കടന്നു വന്നു. സൗരന്മാരെ, ഈ വേദപുസ്തക പ്രവചനം ഒന്ന് ചിന്തിച്ചേ.
ഒന്ന് ചിന്തിച്ച് നോക്കിയേ. റഷ്യയുടെ കൂടെ നമ്മൾ ഓർക്കണം, ഇത് 2600 വർഷം മുമ്പ് പറഞ്ഞതാണ്. റഷ്യയോടുകൂടെ നീ അവർക്ക് മേധാവിയായിക്കൊള്ളുക. തീവ്രവാദ ഇസ്ലാമിക് രാജ്യങ്ങൾ ഇറാനും ലിബിയയും ഇതുപോലുള്ള രാജ്യങ്ങൾ എല്ലാം ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ അതിനോട് എതിർക്കുന്ന ഒരു കൂട്ടരുണ്ട്. അത് മിതവാദികളായ അറേബ്യൻ രാജ്യങ്ങൾ, അമേരിക്കയോടും ഇസ്രയേലിനോടും ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ. എന്ത് പറയാനാ? ഈ ബൈബിളിലെ പ്രവചനങ്ങൾ എത്ര സത്യം! എന്നാൽ വളരെ ഗൗരവമായി ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്ന്, നമ്മൾ ജീവിക്കുന്ന ഇന്ന്, എസെക്കിയേൽ 38 എടുത്താട്ടെ, ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് ഈ പ്രവചനം നിവർത്തിക്കപ്പെടുവാൻ, എൻ്റെ സഹോദരന്മാരെ, എൻ്റെ സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2600 വർഷം മുമ്പ് രേഖപ്പെടുത്തി വച്ചു. ഇൻ ദ ലേറ്റർ ഡേയ്സ്, അന്ത്യകാലത്തിൽ ഇത് നടക്കും. ഈ രാഷ്ട്രീയ ചേരികൾ ആയിക്കഴിഞ്ഞു. ആർക്ക് പറയാൻ കഴിയും? ജീവിതത്തിൽ ലോകരാജ്യങ്ങൾ ഇങ്ങനെ ചേരിതിരിയുമെന്ന് ആർക്ക് പറയാൻ കഴിയും? 2600 വർഷം മുമ്പ് നാം വിശ്വസിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം, നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. എന്തിനാ നമുക്ക് വെളിപ്പെടുത്തിയത്? നാം ഇവിടെ ഇല്ലല്ലോ. കാര്യങ്ങളെ വിലയിരുത്തി നമ്മുടെ കർത്താവ് വരാറായി എന്നുള്ളത് ഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് ഭാഗ്യം തരികയാണ്. ഇസ്രയേലിനെ ഇവർ ആക്രമിക്കും. ഇനിയത്തെ യുദ്ധത്തിൽ റഷ്യയുടെ നേതൃത്വത്തിൽ ഇറാനും, ഞാൻ ഓർപ്പിച്ച പോലെ എത്യോപ്യ, സുഡാൻ, ലിബിയ, അതുപോലെ ടർക്കി മുതലായ രാജ്യങ്ങൾ, തീവ്രവാദ ഇസ്ലാമിക് രാജ്യങ്ങൾ, അസർബൈജാൻ, ടർക്കിമിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ മുതലായതെല്ലാം ഇസ്ലാമിക് രാജ്യമാണ്. ആ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കും. റഷ്യയോട് കൂടെ ആദ്യം വരുന്നത് ഇറാനായിരിക്കും. അവരാക്രമിക്കുമ്പോൾ അതിനോട് എതിർക്കുന്നത് നമ്മൾ കണ്ടതുപോലെ ബ്രിട്ടീഷുകാരും അതിൻ്റെ പുറകിൽ അമേരിക്കക്കാരും, ഈ അറേബ്യൻ രാജ്യത്ത് പാർക്കുന്ന ഇന്ന് കാണുന്ന സൗദി, ഒമാൻ, UAE, ഖത്തർ മുതലായ രാജ്യങ്ങൾ അവരോട് ചേർന്ന് നീ കൊള്ളയിടുവാനാണോ വന്നതെന്ന് പറഞ്ഞ് എതിർക്കും. വലിയ സൈന്യവുമായിട്ടാണ് വരുന്നത്. റഷ്യ ആയിരിക്കും അവരുടെ നേതാവ്. 2 അധ്യായങ്ങൾ ദൈവം അതിനു വേണ്ടി മാറ്റിവെച്ചു. 2 അധ്യായങ്ങൾ. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 22-ഉം 23-ഉം വാക്യം. യോബിന്റെ പുസ്തകം 38-22. നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പേരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, സ്വർഗത്തിൽ ദൈവം കല്ലിൻ്റെ ഒരു കൂട്ടം വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ പിള്ളേർ കല്ല് കൂട്ടി വെച്ച ചെറിയത്തില്ലയോ, അതുപോലെ ദൈവം സ്വർഗത്തിൽ കൽക്കൂന വെച്ചിട്ടുണ്ട്. ആ കൽക്കൂന എന്തിനാണെന്നാ പറഞ്ഞത്? കഷ്ടകാലം, യാക്കോബിന് കഷ്ടകാലം. കഴിഞ്ഞ രാത്രി നമ്മൾ വായിച്ചു യോബിന്റെ പുസ്തകം, യെരമ്യാ 30:7, യാക്കോബിന് കഷ്ടകാലം. ആ കഷ്ടകാലത്തേക്ക് ഇത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ റഷ്യയോട് കൂടെ ഈ സൈന്യങ്ങൾ വരുമ്പോൾ സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് ദൈവം ഈ കൽമഴ, ആലിപ്പഴം പുറത്തു നിന്ന് മുകളിൽ നിന്ന് പെയ്യിക്കും. ഞാൻ ചോദിച്ചോട്ടെ, ഏതായുധമാണ് ഉപയോഗിക്കുന്നത് ഇതിനെതിരെ? ഏതായുധമാ, ഏത് മിസൈല, ഏത് തോക്കാ ഉപയോഗിക്കുന്നത്? അവര് ഇവിടെ ചത്തടിയും, റഷ്യ ചത്തടിയും. നമ്മൾ നോക്കിക്കാട്ടെ, അതിൻ്റെ 39-ാം അധ്യായം നോക്കിക്കാട്ടെ, അതിൻ്റെ 3-ാം വാക്യം. നിന്റെ ഇടം കൈയിൽ നിന്ന് ഞാൻ നിന്റെ വില്ല് തെറിപ്പിച്ച് വലം കൈയിൽ നിന്ന് നിന്റെ അമ്പ് വീഴിക്കും. നീ നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെ ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. ഞാനല്ലോ അത് കൽപ്പിച്ചത്. റഷ്യയും പടയാളികളും ഇസ്രായേലിന്റെ പർവ്വതങ്ങളിൽ വീഴും, നശിക്കും. അവരെ അടക്കം ചെയ്യാൻ എത്ര നാളെടുക്കുമെന്നറിയാമോ? 12-ാം വാക്യം നോക്കിയേ. ഇസ്രായേൽ ഗൃഹം അവരെ അടക്കം ചെയ്ത് തീർന്ന ദേശത്തെ വെടിപ്പാക്കാൻ
7 മാസം വരും. 7 മാസം എടുക്കും ഇവരുടെ ശവങ്ങൾ എടുത്ത് കുഴിച്ചിടാൻ. താഴോട്ട് വായിക്കുമ്പോൾ ഒരു കാര്യം ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. 13ഉം 14ഉം ദേശത്തിൽ ജനമെല്ലാം കൂടി അവരെ അടക്കം ചെയ്ത്, ഞാൻ എന്നെ തന്നെ മൗത്തീകരിക്കുന്ന നാളിൽ അത് അവർക്ക് കീർത്തിയായിരിക്കുമെന്ന് യഹോവയുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യവൃത്തിക്കാരെ നിയമിക്കും. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ അതിനരികിൽ ഒരു അടയാളം വെക്കും. അടക്കം ചെയ്യുന്നവർ അത് ഹാമോദ് ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. എന്താ ഈ പറയുന്നത്? ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ മുനിസിപ്പാലിറ്റിക്കാർ ഒരു ശവം കിടക്കുന്ന കണ്ടു, എടുത്ത് കുഴിച്ചിടത്തില്ല, അവിടെ ഒരു അടയാളം വെക്കും. ഇത് എടുത്ത് കുഴിച്ചിടാൻ പ്രത്യേക ട്രെയിൻഡ് ആയിട്ടുള്ളവർ ആ ശവം എടുത്ത് കൊടുക്കാൻ 13 ആറ്റം ബോംബ് എടുത്തതാണ്. അന്ന് മധ്യപൂർവ്വദേശം ആറ്റം ബോംബ് പൊട്ടിയേനെ. എന്നാൽ എല്ലാം കൊന്നുകളയും. അതുകൊണ്ട് അവർ പരാജയപ്പെടാൻ സമ്മതിക്കില്ലേ. അവരുടെ കയ്യിൽ ആറ്റം ബോംബുണ്ട്. അവസാന യുദ്ധത്തിൽ ആറ്റം ബോംബ് ഉപയോഗിക്കും. നോക്കിയാട്ടെ, സക്കറിയാവ് 14 അതിൻ്റെ 12-ാം വാക്യം. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുവാൻ സകല ജാതികളെയും യഹോവ ശിക്ഷിക്കുന്ന ശിക്ഷയാവത്, അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാസം ചീഞ്ഞഴുകി പോകും, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. അന്നാളിൽ യഹോവയാൽ ഒരു മഹാഭാവം അവരുടെ ഇടയിൽ ഉണ്ടാകും. എന്താ ഈ പറയുന്നേ? ഈ പറയുന്നൊന്ന് ശ്രദ്ധിച്ചേ. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുമ്പോൾ നിവർന്നു നിൽക്കുമ്പോൾ മാംസം ചീഞ്ഞഴുകി പോകും. നമുക്കറിയാം, മാംസം ചീഞ്ഞഴുകണമെങ്കിൽ ശവം നിലത്ത് വീഴണം, അടക്കണം, മണ്ണിനോട് ചേരണം, അങ്ങനെ ചീഞ്ഞഴുകും. പക്ഷെ ഇവിടെ പറയുന്നു നിവർന്നു നിൽക്കുമ്പോൾ ചീഞ്ഞഴുകി പോകും. എന്താണെന്ന് ലോകം അറിഞ്ഞില്ലേ? 2ാം ലോകയുദ്ധം. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് പൊട്ടി. ഹിരോഷിമയിൽ ആറ്റം ബോംബ് ആദ്യം പൊട്ടിയപ്പോൾ 60 മൈൽ ദൂരെ ഒരു വെള്ളക്കാരനുണ്ട്. ആ വെള്ളക്കാരൻ നോക്കിയപ്പോൾ ആകാശത്ത് ഒരു കൂണിൻ്റെ ഷേപ്പിൽ മേഘങ്ങൾ കണ്ടു. ഇതെന്താണെന്ന് താൻ കണ്ടിട്ടില്ല. തൻ്റെ കാറെടുത്തുകൊണ്ട് ഇത് കണ്ട സ്ഥലത്തിലോട്ട് പാഞ്ഞു എന്ന്. താൻ അവിടെ ചെന്നപ്പോൾ ജപ്പാൻ്റെ ആൻറ്റി എയർക്രാഫ്റ്റ് യൂണിറ്റ്, വിമാനം വെടിവെച്ചിടുന്നൊരു യൂണിറ്റാണ്. 20 പേരിൽ 2 പേരെ ജീവനോടുള്ളൂ. അവരോട് ചോദിച്ചു, എന്താ സംഭവിച്ചേ? അവർ പറഞ്ഞത്, ഞാൻ കുറിച്ചെടുത്തു. വിമാനം വരുന്ന ശബ്ദം കേട്ടു. അടുത്ത് വരട്ടെ എന്ന് കരുതി ഏതാണ്ട് 15,000 അടി കിളരത്തിൽ വെച്ച് അവർ ബോംബ് വർഷിച്ചു. 1500 അടി കിളരത്തിൽ വെച്ചത് പൊട്ടി. അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ കണ്ണുകളൊക്കെ മെഴുകുപോലെ ഉരുകി കവിൾത്തടങ്ങളിലൂടെ ഒഴുകിപ്പോയി. തലച്ചോറ് പൊട്ടി മുട്ട പൊരിച്ചതുപോലെ പുറത്തു വന്നു. വായില് നാക്കൊക്കെ പുണ്ണുപോലെ പഴുത്ത് പുറത്തു വന്നു. എന്തോ പറ്റിയതാ? ന്യൂക്ലിയർ റേഡിയേഷൻ. ഇവിടെ കണ്ടോ, അവർ നിവർന്നു നിൽക്കുമ്പോൾ മാംസം ചീഞ്ഞഴുകിപ്പോകും, കണ്ണ് തടത്തിൽ അഴുകിപ്പോകും. എസെക്കിയേൽ 38 വായിച്ചു, 39 വായിച്ചു. ഒരു ശവം അവിടെ കിടക്കുന്ന കണ്ടാൽ റഷ്യയുടെ സൈന്യം, ഇസ്രായേലിനെ ആക്രമിച്ച സൈന്യം അവരുടെ ശവം തൊടത്തില്ല. അവിടെ നിത്യ ചുറ്റി നടക്കുന്ന മുനിസിപ്പാലിറ്റിക്കാർ അടയാളം വെക്കും. അവരെ പ്രത്യേകാൽ എടുത്ത്, ന്യൂക്ലിയർ കണ്ടാമിനേഷൻ ഉള്ളത് കൊണ്ട് അവരെ പ്രത്യേകം അടക്കം ചെയ്യും. ഇസ്രായേൽ മടങ്ങി വന്ന് കഴിഞ്ഞു. ഇസ്രായേൽ ഒരു ന്യൂക്ലിയർ രാജ്യമായി കഴിഞ്ഞു. ഇസ്രായേലിനെ തുടച്ചു കളയുവാൻ തീവ്രവാദ ഇസ്ലാമിക് രാജ്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ദൈവജനത്തിൽ 2600 വർഷം മുമ്പ് പറഞ്ഞ ആ കൂട്ടുകെട്ടുകൾ റഷ്യയോട് കൂടെ ആയി കഴിഞ്ഞു. അതിനെ എതിർക്കുന്ന മിതവാദികളായ അറബി രാജ്യങ്ങൾ 2020 അബ്രഹാം അക്കോർഡ് ഒപ്പുവെച്ച് ബ്രിട്ടീഷുകാരുടെയും അമേരിക്കക്കാരുടെയും പക്ഷത്തിലോട്ട് അവരായി കഴിഞ്ഞു.
എൻ്റെ സഹോദരീശന്മാരെ, ഇനി എന്താ തടസ്സം? തടസ്സം ഇവിടെ ഇരിക്കുന്ന ചിലരായിരിക്കാം. എന്താ കാരണം? നമ്മൾ ആദ്യം വായിച്ചു, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം യെരുശലേമിനെ ചവിട്ടും. ജാതികളുടെ പൂർണ്ണസംഖ്യ എന്താണ്? രക്ഷിക്കപ്പെടുന്നവരുടെ സംഖ്യയാണ്. അവസാനമായി ആര് രക്ഷിക്കപ്പെടും, എത്ര പേര് രക്ഷിക്കപ്പെടുമെന്ന് കർത്താവിന് അറിയാം. അതിൻ്റെ അവസാനത്തെ വ്യക്തി ചേർന്ന് കഴിയുമ്പോൾ മധ്യാകാശത്തിൽ കാഹളം ധ്വനിക്കും. നാം അക്ഷരായി രൂപാന്തരപ്പെട്ട് മാറ്റപ്പെടും. അതിൻ്റെ ശേഷമാണ് ഇതൊക്കെ നടക്കാൻ പോകുന്നത്. ഞാൻ വളരെ ഗൗരവമായി എൻ്റെ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് പറയട്ടെ, ലോക സംഭവം ഒരു കാര്യം വ്യക്തമാക്കുന്നു: യേശുക്രിസ്തു എപ്പം വേണേലും വരാം, എപ്പം വേണേലും വരാം. ഈ പറഞ്ഞ യുദ്ധം മഹോപദ്രവ കാലഘട്ടത്തിൽ നടക്കേണ്ടതാണ്. അത് നടക്കുന്നതിന് മുമ്പ് എന്നെ നിങ്ങളെ ചേർക്കാൻ അവൻ മധ്യാകാശത്തിൽ വരും. ഉൽപ്രാവണത്താൽ നമ്മൾ മാറ്റപ്പെടും. നമ്മളിവിടെ നിന്ന് പോകുവാൻ സമയം എത്ര ആഗതമായി. 2 പേര് ഒരു കിടക്കയിലായിരിക്കും. ഒരാളെ കൈക്കൊള്ളും, ഒരാളെ ഉപേക്ഷിക്കും. 2 പേര് തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാളെ കൈക്കൊള്ളും, ഒരാളെ ഉപേക്ഷിക്കും. ഭാര്യയും ഭർത്താവ് ഒന്നിച്ചു കിടക്കുന്നു. ഭാര്യ രക്ഷിക്കപ്പെട്ടു, ഭർത്താവ് രക്ഷിക്കപ്പെട്ടതല്ല. ഭാര്യയെ എടുക്കും, ഭർത്താവ് അവിടെ കിടക്കും. 2 പേര് ജോലി ചെയ്യുകയാണ്. ഒരാൾ രക്ഷിക്കപ്പെട്ടതാണ്, അരക്ഷിക്കപ്പെട്ട വ്യക്തി എടുക്കും, അല്ലാത്ത വ്യക്തി അവിടെ കിടക്കും. ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, ആ കാഹളം ഇന്ന് രാത്രിയിൽ ധ്വനിച്ചാൽ നിങ്ങൾ എടുത്തുകൊള്ളപ്പെടുമോ, കൈവിടപ്പെടുമോ? ഈ 3 രാത്രികളിലൂടെ ഈ മീറ്റിംഗ് നടന്നത് ദൈവത്തിന് പറയാനുള്ള കാര്യം പറയുകയായിരുന്നു. നിങ്ങൾക്ക് തിരസ്കരിക്കാം, നിങ്ങൾക്ക് സ്വീകരിക്കാം. ദൈവം ആരെയും നിർബന്ധിക്കത്തില്ല. ഒരുത്തരെൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ. ഇവനിമാൻ വില്ലത്ത്, മനുഷ്യനൊരു ഇച്ഛാശക്തി കൊടുത്തു. ആ ഇച്ഛാശക്തി ഉപയോഗിച്ച് തിരഞ്ഞെടുക്കണം, ഈ ദൈവപുത്രനെ തിരഞ്ഞെടുക്കണം. 2000 വർഷം മുമ്പ് ഈ ഭൂമിയിൽ വന്ന് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് പാപത്തിൻ്റെ പരിഹാരം അവൻ വരുത്തി. ഇന്ന് അവൻ ചെയ്യുന്നത് റോമാലേഖനം 10-ാം അധ്യായം എടുത്താട്ടെ. ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് എടുത്തിട്ട് അവസാനിപ്പിക്കാം. റോമാലേഖനം 10-ാം അധ്യായം എടുത്താട്ടെ. അവിടെ രക്ഷിക്കപ്പെടാനുള്ള മാർഗം എന്താണ്? സഭ മാറണോ? വേണ്ട. വേറെ എന്തെങ്കിലും കർമ്മം ചെയ്യണോ? വേണ്ട. പണം കൊടുക്കണോ? വേണ്ട. ഒന്നും ചെയ്യണ്ട. പിന്നെന്താ ചെയ്യേണ്ടത്? രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനമായി നൽകിയ രക്ഷ ദൈവം വലിയ വില കൊടുത്തിട്ട് ഒരുക്കിയതാണ്. അതുകൊണ്ടാണ് പ്രിയ സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തില്ലേ, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ, ഇഫ് യു നെഗ്ലക്ട്, നിങ്ങളതിനെ നിസാരമായി കരുതിയാൽ എങ്ങനെ രക്ഷപ്പെടും? രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? ആ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയണം. ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. തീർത്ത് പറയുകയാണ്, നീ രക്ഷിക്കപ്പെടും. എങ്ങനെ? നിന്റെ വിശ്വാസം, നമ്മുടെ ഹൃദയത്തിൽ എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസമാണ് വായിക്കൊണ്ട് ഏറ്റു പറയുന്നത്. ഇഫ് ഐ ഡോണ്ട് ഹാവ് എ കൺവിക്ഷൻ ഐ കനോട്ട് കൺഫസ്. ഞാനൊരു കാര്യം ഏറ്റു പറയണമെങ്കിൽ ഞാനത് വിശ്വസിക്കണം. ഞാൻ എന്താ വിശ്വസിക്കേണ്ടത്? ഇവിടെ വായിക്കുന്നത് എന്താണ്? യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയണം. ഞാനത് ഏറ്റു പറയണമെങ്കിൽ ഹൃദയത്തിൽ അത് വിശ്വസിക്കണം. 2000 വർഷം മുമ്പ് ദൈവപുത്രൻ എൻ്റെ പാപത്തിനാണ് മരിച്ചത്. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇനിയും പാപം കൂടാതെ രണ്ടാമതും തന്നെ ജനത്തെ ചേർക്കാൻ പ്രത്യക്ഷപ്പെടും. കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയം തുറന്നു തരുന്നു. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ വായി കൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഒരു വാക്യം കൂടെ ഇവിടെ വായിച്ചോട്ടെ. അതിൻ്റെ 21-ാം വാക്യം. ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി. അയ്യോ, ആ വാക്യം ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി.
ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നറിയാമോ? ഓൾ ഡേ ലോങ് I have stretched forth my hand to a gainsaying and disobedient people. അനുസരിക്കാത്ത, മറുത്തു പറയുന്ന, എന്നെ അവഗണിക്കുന്ന ജനത്തിൻ്റെ ഇടയിലേക്ക് ഞാൻ ഒരു ദിവസം മുഴുവൻ കൈനീട്ടി പിടിച്ചുകൊണ്ടിരുന്നു. സൗരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു മാന്യനായ മനുഷ്യൻ, വളരെ മാന്യനായ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നു ഹലോ മിസ്റ്റർ എന്ന് പറഞ്ഞ് കൈ നീട്ടിയാൽ ഞാൻ കൈ കൊടുക്കത്തില്ല, പുറകെ പിടിച്ചിരിക്കുക. ഹലോ, വീണ്ടും അദ്ദേഹം പറഞ്ഞു ഹലോ, ഞാൻ കൈ കൊടുക്കത്തില്ല. അയാൾ കൈ നീട്ടി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൈ പിൻവലിക്കും. ദൈവം പറയുക, ഓൾ ഡേ ലോങ്, ദിവസം മുഴുവൻ എൻ്റെ കൈ നീട്ടിപ്പിടിച്ചു. ആരോട്? അനുസരിക്കാത്ത ജനം, മറുത്തു പറയുന്ന ജനം, എന്നെ ഗണിക്കാത്ത ജനം. അവരെ എന്നോട് നിരപ്പിക്കുവാൻ ഒരു ദിവസം മുഴുവൻ ഞാൻ കൈ നീട്ടിപ്പിടിച്ചു. അത് അവഗണിച്ച് കളയുകയാണ്. ഈ രാത്രിയിൽ നിങ്ങളൊരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു കാണും. ഞാനും അങ്ങനെ ജനിച്ചൊരു വ്യക്തിയായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടത് 22 വയസ്സിലാണ്. യേശുക്രിസ്തുവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുത്തു. അവനെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിച്ചു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാകും, കണ്ടാൽ സകലവും പുതുതാകും. ഞാൻ അനുഭവിച്ചറിഞ്ഞു. നിങ്ങൾ മധ്യാകാശത്തിൽ കർത്താവ് കാഹളം ധ്വനിപ്പിക്കുമ്പോൾ എടുത്തുകൊള്ളപ്പെടുമോ കൈവിടപ്പെടുമോ? ഈ രാത്രിയിൽ ഒരു തീരുമാനമെടുക്കുക. നമ്മൾ ഓർത്തതുപോലെ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ, ഇഫ് യു നെഗ്ലക്ട് സച്ച് എ ഗ്രേറ്റ് സാൽവേഷൻ, ഇതിന് വലിയ വില കൽപ്പിക്കാതെ, ഇതിനെ നിസ്സാരമായി കരുതി ഇതിനെ തള്ളിക്കളയുകയാണെങ്കിൽ നിങ്ങളെങ്ങനെ രക്ഷപ്പെടും? ഈ രാത്രിയിൽ നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. ഒരു നിമിഷം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഒന്ന് കണ്ണടയ്ക്കാം. ഒരു നിമിഷം. അത് കഴിഞ്ഞ എല്ലാവരും പോകാവോ? 1 മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ 3 രാത്രികളിലൂടെ നാം പ്രിയം വെച്ച കർത്താവ് വേഗം വരുന്നു എന്നുള്ളത് തർക്കമറ്റ സംഗതിയായി ബൈബിളിൻ്റെ പ്രവചനങ്ങളെ ആധാരമാക്കി നമ്മൾ കണ്ടു. ഇന്ന് രാത്രിയിലും ഇസ്രയേലിനോടൊരു മഹായുദ്ധത്തിന് ഇറാനും റഷ്യയൊക്കെ കടന്നു വരാൻ പോകുന്നുവെന്നുള്ളത് തീർത്തും വചനത്തിൽ 2600 വർഷം മുമ്പ് പറഞ്ഞത് നമ്മൾ കണ്ടു. അത് നിവർത്തിക്കപ്പെടാൻ കാര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു. കർത്താവ് ഒന്നാമത് വന്നത് പാപികളെ രക്ഷിപ്പാനാണ്, പാപത്തിൻ്റെ പരിഹാരം വരുത്താനാണ്. കാൽവറി ക്രൂശിൽ അവൻ്റെ ജീവൻ അവൻ കൊടുത്തത് എൻ്റെ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. നിങ്ങളുടെ സമീപേ നിന്നുകൊണ്ട് അവൻ്റെ കരം നിങ്ങളുടെ നേരെ നീട്ടിപ്പിടിക്കുകയാണ്. ആ കരം നീട്ടി എന്നോട് നിരപ്പ് പ്രാപിക്കുമോ? നിങ്ങൾക്കത് അവഗണിച്ച് കളയാം, നിങ്ങൾക്കത് സ്വീകരിക്കാം. കർത്താവ് നിങ്ങളെ നിർബന്ധിക്കത്തില്ല, എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹമാണ് ഈ ശബ്ദം വീണ്ടും നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആ ശബ്ദം കേൾക്കുന്നതിൻ്റെ കാരണം നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. ഈ സ്നേഹം അവഗണിക്കരുത്, ഈ കൃപയെ അവഗണിക്കരുത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളൊരു തീരുമാനമെടുക്കുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കണം, ദൈവനെ മരിച്ചുകൊണ്ട് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കണം. ആ കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കുമോ? എത്ര സമാധാനം, എത്ര പ്രത്യാശ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിൽ ആ കർത്താവിനോടൊരു വാക്ക് പറയുക, എൻ്റെ കർത്താവേ, എന്നെ ഇന്ന് രാത്രി രക്ഷിക്കണം. അവൻ നിങ്ങളെ കടന്നു പോകില്ല. എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കില്ല. നിങ്ങളുടെ പൊട്ടിയ ശബ്ദമായിരിക്കാം, കർത്താവേ എന്നോട് കരുണ തോന്നണം, ഞാനൊരു പാപിയാണ്. എത്ര കഠോരമായ പാപമാണെങ്കിലും അവൻ ക്ഷമിച്ച് നിങ്ങളോട് കരുണ കാണിച്ച് നിങ്ങളെ അവൻ്റെ മക്കളാക്കി തീർക്കും, സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കും.
ഈ രാത്രിയിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കുവാൻ ദൈവം ഒരു അവസരം തരികയാണ്. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഞങ്ങളിവിടെ മുന്നിൽ തന്നെ കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളോട് വന്ന് സംസാരിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെ കേട്ട പലരും ദൈവമക്കളാണ്. സഹോദരീ സഹോദരന്മാരെ, നമ്മൾ പ്രിയമിച്ച കർത്താവ് വാതുക്കലാണ്, അടുക്കലാണ്. അവൻ വരാൻ ഇനി അധിക സമയമൊന്നുമില്ല. നനച്ചിരിക്കാത്ത നാഴികയിൽ വരും. നമുക്കൊരുങ്ങാം, ഉണരാം, ഈ കർത്താവിനെ കാത്തിരിക്കാം, അവൻ്റെ വരവിനെ ബന്ധപ്പെടുത്താം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.